എന്താണ് എന്താണ് കാരണം പറയുന്നത് കുംഭമേള തടഞ്ഞതിന്റെ? അല്ല, എന്ത് കാരണം വേണമെങ്കിലും അവർക്ക് പറയാം. ആ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് കാരണങ്ങൾ ഉണ്ടാക്കാനാണോ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട്? അല്ല, എങ്കിലും ഇപ്പോൾ സ്റ്റോപ്പ് അപ്പൊ ചെയ്യുമ്പോൾ ഇന്ന് എന്തെങ്കിലും ഒരു അല്ല ഇപ്പോ ആ, ഇതിന്റെ ഇന്ന് രാവിലെ അതിന്റെ പാലം പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവര് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും കൂടി വന്നിട്ടാണ് തടസ്സപ്പെട്ടതെന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായത്. ആ അപ്പൊ അവരതിന്റെ ഇതിന് ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന താൽക്കാലികമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരു സ്റ്റോപ്പ് മെമ്മോയും തന്നിട്ടുണ്ട്. ഓ ഉം. അപ്പോ അത് ഈ ഇതിന്റെ കാര്യങ്ങൾ ബന്ധപ്പെട്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങളും മറ്റുള്ള എങ്ങനെയാണ് ഇത് നമ്മൾ നടത്തുന്നത് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നവംബർ മാസത്തിൽ തന്നെ നമ്മൾ ജില്ലാ കളക്ടറെ രേഖാമൂലം തന്നെ അറിയിച്ചിരുന്നതാണ്. അതെ, അവര് അത് മാത്രമല്ല രക്ഷാധികാരിയായിട്ട് അവര് തന്നെ ആയിരുന്നല്ലോ. ദേവസ്വം മന്ത്രിയൊക്കെ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ തന്നെ നേരിൽ കണ്ട് ക്ഷണിക്കുകയും അദ്ദേഹം അതിന്റെ രക്ഷാധികാരി അതിന് ഇത്തരം അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിലൊന്നും അവർ നേരിട്ട് ഇടപെടുന്ന ഒരു കാര്യമല്ല. അല്ല, എന്നാലും എല്ലാവരെയും കൃത്യമായി അറിയിച്ചു. എല്ലാവരെയും അറിയിച്ചും എല്ലാവരെയും ഉൾപ്പെടുത്തിയും ഒക്കെയാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. ജില്ലാ കളക്ടർക്ക് കളക്ടറാണല്ലോ ഇതിന്റെ അത്തരം കാര്യങ്ങളുടെ ഇതിലൊക്കെ ഉള്ളത്. അതെ. അപ്പോൾ കളക്ടർക്കും പോലീസിനും അത്യാവശ്യം നമ്മൾ ബന്ധപ്പെടണമെന്ന് നമ്മൾക്ക് തോന്നുന്ന എല്ലാ സർക്കാർ സംവിധാനങ്ങൾക്കും നമ്മൾ കത്ത് കൊടുത്തിരുന്നു. കളക്ടർക്കാണ് ആദ്യം കത്ത് കൊടുത്തിരുന്നത്. സാധാരണഗതിയിൽ ഇത്തരം വലിയ പരിപാടികളൊക്കെ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു കോർഡിനേഷൻ കമ്മിറ്റി വിളിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റും നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ ഓരോ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി അതിന്റെ നിലവിലുള്ള സംവിധാനങ്ങൾക്ക് അനുസരിച്ച് പോകാനുള്ളൊരു ഏർപ്പാടാണ് ചെയ്യേണ്ടത് കളക്ടർ എന്നുള്ള നിലയിൽ. അതെ. പക്ഷേ ഈ കഴിഞ്ഞ മാസം അവസാനം വരെയും കളക്ടർ അത്തരം കാര്യങ്ങൾ ഒരു കാര്യവും നമ്മൾ അതിന്റെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നില്ല. നമ്മൾ അനൗദ്യോഗികമായിട്ട് പോലീസും മറ്റുള്ള എല്ലാ ആളുകളും തന്നെ നമ്മൾ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, അതിന്റെ ഫയൽ പ്രൊസീഡിങ്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ള രീതിയിലുള്ള ഒരു നിലപാടാണ് ഉണ്ടായിരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും ആ കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തടസ്സങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതികരണമാണ് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ യാദൃശികമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായത്. അപ്പോൾ ഇതിന് ഇപ്പൊ എന്താണ് കുംഭമേള സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം എന്താണ്? മാഘം നടത്തും. അങ്ങനെയാണ് തീരുമാനം. അതെ. മറ്റ് എന്തെങ്കിലും കാരണങ്ങളോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്നോ ഒന്നും വിശദീകരണം ഉണ്ടായിട്ടില്ല. അല്ല, സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ അവർക്ക് ഒരുപാട് കാരണങ്ങൾ പറയാനുണ്ടാവും. ക്രൗഡ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, നദിയാണ്, പരിസ്ഥിതിയാണ്, അങ്ങനെയൊക്കെ ഒരുപാട് കാരണങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. ഇതൊക്കെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളിലുമായിട്ട് നടന്നു വരുന്നതാണ്. ഇപ്പം അറിയുന്ന ആളുകൾക്ക് അറിയാം, ഇവിടെ കുറ്റിപ്പുറത്താണ് കുറച്ചു കാലം മുമ്പ് മറ്റൊരു മതവിഭാഗത്തിന്റെ വലിയൊരു സമ്മേളനം നടന്നത്. അതോടൊപ്പം തന്നെ മാരാമൺ കൺവെൻഷൻ നടക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ നാട്ടിൽ നടക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇവിടെയും കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഇത്രയും വലിയൊരു ജനപങ്കാളിത്തമോ ജനങ്ങളുടെ ഒരു പിന്തുണയോ ഒന്നും ഉണ്ടായതെങ്കിലും കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഇതിന്റെ ഭാഗമായിട്ടുള്ള നദീപൂജയും മറ്റുള്ള ചെറിയ പൂജകളും കാര്യങ്ങളും ഒക്കെ നടന്നു വരുന്നതുമാണ്. അപ്പൊ ഈ എനിക്ക് തോന്നുന്നത് ഈ ജൂന അഖാഡയുടെ ഒരു ഇടപെടൽ കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ കേരളത്തിന് പുറത്തുനിന്നുള്ള ഇടപെടലുണ്ട്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇതാണോ? അല്ല, എന്താണ് ഇതിന്റെ പുറകിലുള്ളത് എന്നുള്ളത് നമുക്കും അറിയില്ല. നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണുന്ന കാര്യങ്ങളല്ലേ നമുക്കറിയുള്ളൂ. നമുക്ക് എന്താണ് അവരെ ഇത്തരം ഒരു തീരുമാനത്തിന് പ്രേരിപ്പിക്കുന്ന കാര്യം എന്ന് നമുക്കറിയില്ല. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും സംസാരിച്ചിരുന്നോ ഇങ്ങനെ ഒരു സ്റ്റോപ്പ് മെമ്മോ കിട്ടിയതിനെ തുടർന്ന് ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി? അല്ല, ഞാൻ ഇപ്പോൾ വ്യക്തിപരമായിട്ട് തന്നെ ഇങ്ങനത്തെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് കളക്ടറെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. കളക്ടറെ ഫോണിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ കളക്ടർ തിരക്കിലാണ്, തിരിച്ചു വിളിക്കാമെന്നാണ് ഇന്ന് രാവിലെ പറഞ്ഞത്. ഇതുവരെ അങ്ങനെ പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് മറുപടി ഒന്നുമില്ല, സ്റ്റോപ്പ് മെമ്മോ മാത്രം? ഇല്ല. അതെ. ഓക്കെ, ശരി സ്വാമിജി.